ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു മന്ത്ലി എക്സ്പെൻസ് ഷീറ്റ് തയ്യാറാക്കാം എന്നാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പേര് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മന്ത്ലി ആയതുകൊണ്ട് ഇയർ പ്ലസ് മന്ത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഡേറ്റ് നമ്മളിവിടെ എൻറ്റർ ചെയ്യാം നമുക്ക്. എന്നിട്ട് നമ്മൾ പർട്ടിക്കുലർ ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ എൻറ്റർ ചെയ്യാണ്. അപ്പോൾ 2020 ജനുവരി 1 നമ്മളടുത്ത് ഉള്ള ക്യാഷ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. ഓക്കെ, അത് ബാങ്ക് ആണോ ചെക്കാണോ എന്നുള്ളത് അത് നമുക്ക് പ്രശ്നമില്ല. നമ്മളടുത്ത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മളടുത്ത് ഒരു 50,000 രൂപ ഉണ്ട്. ഓക്കെ, പിന്നെ ആ ദിവസം നമുക്ക് ഉള്ള എക്സ്പെൻസ് സെയിം ഡേ ആയതുകൊണ്ട് നമുക്കിവിടെ ഡേറ്റ് മെൻഷൻ ചെയ്യണം എന്നില്ല, വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അന്ന് വീട്ടിലേക്ക് വാങ്ങിയ ഹൗസ് ഹോൾഡ് ഐറ്റംസ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം ഹൗസ് ഹോൾഡ് നമ്മൾ വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് അത് നമ്മളുടെ ഡെബിറ്റ് ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് വരുന്ന ഇൻകം എന്താണോ അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് ക്യാഷ് ആയിട്ട് വരുന്നത് അത് നമ്മൾ ക്രെഡിറ്റിലാണ് നമ്മൾ എപ്പോഴും അത് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ഹൗസ് ഹോൾഡിനെ ഡെബിറ്റ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. നമുക്ക് ഹൗസ് ഹോൾഡ് നമുക്കൊരു 15,000 ആണ് നമുക്ക് ഹൗസ് ഹോൾഡിന് വന്നിരിക്കുന്ന എക്സ്പെൻസ്. അപ്പോൾ ഈ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് 15,000 അവിടെ നമ്മൾ എൻ്റർ ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വീണ്ടും നമുക്ക് എക്സ്പെൻസ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അത് നമുക്ക് 3 ജനുവരിക്കാണ് വന്നിരിക്കുന്നത് എന്ന് വെക്കാം. ഒരു ഡേറ്റ് നമ്മൾ അവിടെ എൻ്റർ ചെയ്തു. നമ്മൾ ജസ്റ്റ് ചാരിറ്റി എന്ന് നമുക്കതിന് ഒരു പേര് കൊടുക്കാം. ചാരിറ്റി ആയിട്ട് നമ്മളൊരു 2,000 രൂപ നമ്മൾ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ കോക്കനട്ട് കൊടുത്ത വകയിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻകം ആയിട്ട് നമുക്ക് 4-ാം തീയതി വന്നിരിക്കുന്നത് നമുക്ക് കോക്കനട്ട് സോൾഡ്. ഓക്കെ, സോൾട്ട് എന്ന് എഴുതിയ കോക്കനട്ട് സോൾഡ് അത് നമ്മൾ ക്രെഡിറ്റിലാണ് നമ്മളത് അപ്ലൈ ചെയ്യുന്നത്. ക്രെഡിറ്റിലാണ് നമ്മൾ കോക്കനട്ട് സോൾഡ് ചെയ്തതിൻ്റെ എമൗണ്ട് നമുക്ക് വന്നത് 75,000 എന്ന് വെക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കുട്ടികളുടെ സ്കൂൾ ഫീ അത് സെയിം ഡേറ്റിലായതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സ്കൂൾ ഫീ നമുക്ക് ഡെബിറ്റ് ആണ്. അപ്പോൾ നമുക്ക് 2,000 അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നമുക്കൊരു ഡിഫറെൻറ്റ് എമൗണ്ട് കൊടുക്കാം. 1,500 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ എക്സ്പെൻസും നമ്മളുടെ ഇൻകം. നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് അല്ലേ. ഓരോ മാസം നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്, ചെലവും വരവും. ഇനി നമുക്ക് നമ്മളുടെ ഈ 50,000 രൂപയിൽ നിന്നും നമുക്ക് 15,000 രൂപ നമുക്ക് ചിലവായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് വേർഡ് ഉപയോഗിച്ച് കാണാം, അല്ലെങ്കിൽ വേർഡിൽ നമുക്ക് എങ്ങനെ എൻ്റർ ചെയ്ത് അത് മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണാം. അതിനായിട്ട് നമ്മളിവിടെ റെഫർ ചെയ്യുന്നത് ഈ കോളമാണ്. E3 ആണ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ E3. എന്നിട്ട് നമ്മൾ മൈനസ് ചെയ്യുന്നത് നെക്സ്റ്റ് കോളം D4 ആണ് നമ്മൾ ഇവിടെ റെഫർ ചെയ്യുന്ന ഫോർമുല D4. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇതിൻ്റെ നമ്പർ ഫോർമാറ്റും കൂടെ ഒന്ന് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ ഇത് കുറഞ്ഞപ്പോൾ 50,000 നിന്നും 15,000 കുറഞ്ഞപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 35,000 ആണ്. നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് സെയിം
റോസിൽ നിന്ന് ആണ് നമ്മളത് കുറക്കാൻ അല്ലെങ്കിൽ കൂട്ടാൻ നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിഫറെൻറ്റ് കോളംസ് നിന്നും എങ്ങനെ നമുക്ക് കൂട്ടാം അതുപോലെ കുറക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇവിടെ ഈ 35,000 നമ്മളുടെ അന്നത്തെ, അതായത് 1/1/2020 ക്ലോസിംഗ് ബാലൻസ് ആണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് എക്സ്പെൻസ് ഇവിടെ 3/1 അപ്പോൾ ഈ 3/1 വന്ന എക്സ്പെൻസും നമുക്ക് ഇതിന്ന് കുറക്കുന്നത് എങ്ങനെ എന്നുള്ളതും നമുക്ക് സെയിം ഫോർമാറ്റ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിന് 35,000 നിന്ന് നമ്മൾ ഇത് കുറക്കണം. അപ്പോൾ ഈ 4 നിന്നും മൈനസ് ചെയ്യുന്നത് നമ്മൾ D5 ആണ്. D5 ആണ് നമ്മളിവിടെ മൈനസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിവിടെ ചൂസ് ചെയ്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മളിവിടെ E4 മൈനസ് D5 ഓക്കെ. അപ്പോൾ 33,000 ആണ് നമ്മളുടെ 3/1 ക്ലോസിംഗ് ബാലൻസ് അല്ലേ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേയിൽ, അതായത് 4th ജനുവരിക്ക് വരുന്നത് നമുക്ക് 4th ജനുവരിക്ക് നമുക്ക് തേങ്ങ വിറ്റ ഇനത്തിൽ 75,000 നമ്മളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ക്രെഡിറ്റ് ആയ എമൗണ്ടും നമ്മളടുത്തുള്ള ടോട്ടൽ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്ന 3rd ജനുവരിക്കുള്ള ക്ലോസിംഗ് ബാലൻസും കൂടെ വരുമ്പോൾ നമ്മുടെ അടുത്ത് ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫോർമുല E5 പ്ലസ് നമ്മളുടെ ഈ കോളം റെഫറൻസ് നമ്പറായ C, ക്രെഡിറ്റിന് വരുന്ന കോളം റെഫറൻസ് നമ്പർ C6 ആണ്. C6 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1,80,000 രൂപയാണ് നമ്മളുടെ കയ്യിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് ആയിട്ട് ഉള്ളത്. 4th ജനുവരിക്ക് നമുക്ക് 1,80,000 രൂപ നമുക്ക് നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്കുണ്ട്. ഓക്കെ. ഇനി അതിൽ നിന്നും നമ്മൾ സ്കൂൾ ഫീ ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തത് 1,500 രൂപ കൊടുത്തിരിക്കുന്നത് സെയിം ഡേയിലാണ്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ സെയിം ഡേയിൽ ആയതുകൊണ്ട് ഡേറ്റ് വേണമെന്നില്ല. E6 നിന്നും E6 മൈനസ് നമ്മളിവിടെ ചെയ്യുന്നത് D7 ആണ്. D7 മൈനസ് ചെയ്ത് നമ്മൾ ഇവിടെ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ 1,06,500 രൂപ നമ്മളുടെ അന്നത്തെ ക്ലോസിംഗ് ബാലൻസ്, അതായത് 4/1 ക്ലോസിംഗ് ബാലൻസ് നമുക്ക് 1,06,500 രൂപയാണ്. ഇതേപോലെ നമുക്ക് നമ്മളുടെ ഒരു മാസത്തെ മൊത്തം എക്സ്പെൻസും നമ്മളുടെ ഇൻകവും നമുക്ക് ഇവിടെ അതാത് ഡേറ്റിൽ പർട്ടിക്കുലർ ഐറ്റംസ് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തതിന് ശേഷം ക്രെഡിറ്റ്, അതായത് ഇൻകംസ് ക്രെഡിറ്റിലും എക്സ്പെൻസ് നമുക്ക് ഡെബിറ്റും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ടോട്ടൽ ഓരോ ദിവസവും നമുക്ക് ഇവിടെ ചെയ്തു വെക്കാവുന്നതാണ്. അങ്ങനെ 30 ദിവസത്തെ നമ്മളുടെ അല്ലെന്നുണ്ടെങ്കിൽ ഓരോരോ മാസത്തെ എക്സ്പെൻസ് എത്രയാണോ അത് നമുക്ക് ഇവിടെ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ആ മാസത്തേത് നമുക്ക് സ്പെസിഫൈഡ് മാസം പേരിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഇവിടെ സേവ് ചെയ്ത് വെച്ചതാണ് മന്ത്ലി എക്സ്പെൻസ് 2020 ജനുവരി എന്നുള്ളത്. അങ്ങനെ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ജനുവരി മന്ത് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണോ എന്നുള്ളത് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ടോട്ടൽ, ഇപ്പം നമ്മളിവിടെ 4th ജനുവരി വരെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളൂ. അത് സപ്പോസ് നമുക്ക് 30th ജനുവരി 2020 എന്ന് ആക്കിയതിനു ശേഷം നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്ന ക്ലോസിംഗ് ബാലൻസ്, നമുക്ക് അന്നത്തെ ആ മാസത്തെ ക്ലോസിംഗ് ബാലൻസ് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. ജനുവരിയിലെ ക്ലോസിംഗ് ബാലൻസ് ജസ്റ്റ് നമ്മളിവിടെ നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റ അനുസരിച്ച് 1,06,500 ആണ് അല്ലേ. അത് നമുക്ക് 31st ജനുവരി ആകുമ്പോൾ നമുക്ക് അത് മാറ്റങ്ങൾ വരാം. അപ്പം നമുക്ക് അത് ഇവിടെ ക്ലോസിംഗ് ബാലൻസ് എന്ന കോളം ലാസ്റ്റ് കോളത്തിൽ കൊണ്ടുവന്നതിന് ശേഷം
നമുക്ക് ആ ഫിഗറിനെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ 1,06,500 നമുക്ക് നമ്മളുടെ ഫെബ്രുവരിയിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത്. ഫെബ്രുവരിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇവിടെ ഈ എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഞാൻ ആ എമൗണ്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ ഇവിടെ എന്ത് ചെയ്യാണ്, ഡേറ്റ് നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ 1/2/2020 എന്നാക്കി. ഇത് നമ്മളുടെ ഫെബ്രുവരിയിലെ ഷീറ്റാണ് നമ്മൾ ചെയ്യുന്നത്, എക്സ്പെൻസ് ഷീറ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ നമ്മളെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് ജനുവരിയിലെ ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും 30/1 ക്ലോസിംഗ് ബാലൻസ് ആണ് നമുക്ക് ഇവിടെ ഫെബ്രുവരിയിലെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നത്. അതേപോലെ പിന്നെ നമുക്ക് വരുന്ന എക്സ്പെൻസസ് എന്തെല്ലാം ആണോ, ഇപ്പം നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ ജനുവരിയിൽ ഹൗസ് ഹോൾഡ് ആയിരുന്നു, അത് നമുക്ക് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും എക്സ്പെൻസസ്, ഹോസ്പിറ്റൽ അങ്ങനെ ആക്കാം. ഹോസ്പിറ്റലിൽ നമുക്ക് എക്സ്പെൻസ് വന്നത് ഒരു 15,000 മാറ്റിയിട്ട് നമുക്ക് 5,000 ആക്കാം. ഓക്കെ, അത് നമ്മളാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ഓട്ടോ അപ്ഡേറ്റ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 1,06,500 നിന്നും നമുക്ക് 5,000 രൂപ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരേണ്ട എമൗണ്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ഫീൽഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ അത് ഓട്ടോ അപ്ഡേറ്റ് ആയിട്ടുണ്ട് അല്ലേ. അതുപോലെ നമുക്ക് ഇത് ഓരോന്നും എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ് മാറ്റി അതിനനുസരിച്ച് നമുക്ക് ഡാറ്റ സെൻറ്റർ ചെയ്ത് ഇവിടെ കോളം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇവിടെ കിട്ടുന്ന ഇതിൽ നമ്മൾ ഓരോ കോളം നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് എക്സാക്ട് ഫിഗർ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സൽ ആണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോ അപ്ഡേറ്റ് ആവും. ഓക്കെ, ഇതിൽ നമുക്ക് ഓട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ ഇതിൽ സാധിക്കാത്തത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ഫീൽഡ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് അപ്ഡേറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് 1,01,500. ഈ 1,01,500 നിന്നും നമുക്ക് ഇവിടെ 2,000 പോയി കഴിഞ്ഞാൽ നമുക്ക് 3,000 നമുക്ക് കിട്ടേണ്ട എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ അത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ വന്നത് എമൗണ്ട് ഇതാണ്, നമുക്ക് 99,500 ആണ്. അതേപോലെ നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കോക്കനട്ട് എന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് വേറെ എന്തെങ്കിലും ഇവിടെ ബ്ലാക്ക് പെപ്പർ എന്ന് കൊടുക്കാം. നമുക്ക് ബ്ലാക്ക് പെപ്പർ സോൾഡ്, ബ്ലാക്ക് പെപ്പർ നമ്മൾ സോൾഡ് ചെയ്ത എമൗണ്ട് വിറ്റ് എമൗണ്ട് നമുക്ക് ഇവിടെ 1,00,000 രൂപയാണെന്ന് ഇരിക്കട്ടെ. 1,000, 10,000, 1,00,000 രൂപ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 1,00,000 രൂപയോടെ കൂടെ നമ്മൾ ഇവിടെ ഈ 99,500 കൂടുമ്പോൾ നമുക്ക് ഇവിടെ എമൗണ്ട് തീർച്ചയായും മാറണം. 1,99,500 രൂപ ആണ് നമുക്ക് ഇവിടെ മാറുന്നത് അല്ലേ. അതുപോലെ കുട്ടികളുടെ സ്കൂൾ ഫീസ് അതൊരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇവിടെ ഈ 1,99,500 നിന്ന് നമുക്ക് ഈ 1,500 പോയി കഴിയുന്ന സമയത്ത് നമുക്ക് വരുന്ന എമൗണ്ട് എത്രയാണ്, അത് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1,98,000 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും മാറ്റേണ്ടി വരുന്നത് 2 ആക്കി കൊടുക്കണം. ക്ലോസിംഗ് ബാലൻസ് ഫെബ്രുവരിയിലെ ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത് 28/2 ക്ലോസിംഗ് ബാലൻസ് നമുക്ക് ഇവിടെ വരുന്ന എമൗണ്ട് എത്രയാണ്, ഈ എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ വരേണ്ടത് 1,98,000. അതിന് നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് ഇവിടെ വരും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ മാസവും വരുന്ന ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കും നെക്സ്റ്റ് മന്തിൽ നമ്മളുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്.
അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമുക്ക് നമ്മളടുത്ത് എത്ര ക്യാഷ് ഉണ്ട് എന്നും എത്ര നമുക്ക് ചിലവ് വന്നു എന്നും ഇനി എത്ര നമ്മുടെ അടുത്ത് ബാലൻസ് ഉണ്ട് എന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കൂടെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.